ഹായ് ഓൾ, ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് അഷ്യൂറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നാൽ എന്താണ്. നമുക്കറിയാം, ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ പറ്റി ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് കാണാത്തവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ പറ്റി വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്നാലും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ പറ്റി ഒരു ചെറിയൊരു ഐഡിയ ഈ വീഡിയോ തരുന്നതായിരിക്കും. പിന്നെ എന്തിനാണ് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉപയോഗിക്കുന്നത്, അതേപോലെ എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, പിന്നെ നമ്മൾ നോക്കുന്നത് എന്താണ് അഷ്യൂറിൻ്റെ പല സർവീസസ്, എന്താണ് അഷ്യൂറിൻ്റെ പല യൂസസ്. ഈ കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് പഠിക്കാൻ നമുക്കൊരു ചെറിയ സിനാരിയോ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ ഒരു ഐഡിയ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളുണ്ടായിരിക്കുക. ഒന്ന്, നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് ആ ആപ്ലിക്കേഷൻ ഉണ്ടാവണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അത് നല്ല ഹൈലി പ്രോഫിറ്റബിളായ ഒരു ആപ്ലിക്കേഷനായി മാറണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വളരെ സക്സസ്ഫുള്ളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മുടെ ഇൻ്റർനെറ്റിലേക്ക് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. പല പേര് അത് യൂസ് ചെയ്യും, അങ്ങനെ അത് അവരുടെ ഫ്രണ്ട്സിനോട് പറയും, അങ്ങനെ നല്ല രീതിയിൽ അത് എസ്റ്റാബ്ലിഷ് ആവും ആപ്ലിക്കേഷൻ. അങ്ങനെ അതൊരു സക്സസ്ഫുൾ രീതിയിലേക്ക് മാറും. അപ്പോൾ ഇതിനെല്ലാം മുമ്പ് നമുക്ക് വേറെ കുറച്ച് ആവശ്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെർവേഴ്സ് അത്യാവശ്യമാണ്, സ്റ്റോറേജ്, ഡെവലപ്പേഴ്സ്, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക്, അതേപോലെ തന്നെ ആ ആപ്ലിക്കേഷൻ്റെ സെക്യൂരിറ്റി. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ആദ്യമേ എൻഷുർ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ 6 കാര്യങ്ങൾ തന്നെ ചെയ്യണമെങ്കിൽ തന്നെ നല്ല രീതിയിൽ ചിലവ് വരുന്ന ഒരു സംഭവമാണല്ലേ. നമുക്ക് ഇത്രയും സെർവർ, ഡെവലപ്പേഴ്സ്, സെക്യൂരിറ്റി, ഈ കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ ചിലവ് വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പലരും ഈ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ സക്സസ്സിനെ പറ്റി ഓർത്ത് വേവലാതിപ്പെടാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നല്ല രീതിയിൽ ചിലവ് വരുന്ന കാര്യങ്ങളാണ്. പക്ഷേ മറ്റൊരു കേസിൽ, ഇൻ കേസ് നമ്മുടെ ആപ്ലിക്കേഷൻ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളായിട്ട് ധാരാളം യൂസേഴ്സ് ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിനനുസരിച്ച് നമ്മുടെ സെർവറിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യണം. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കേസിലാണ് നമ്മൾക്ക് നമ്മുടെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉപയോഗപ്രദമായി വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉപയോഗം എന്ന് പറയുന്നത്. ഇനി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണെന്ന് ചെറിയൊരു ബ്രീഫായിട്ട് പറയാം. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു യൂസറെ കൺസിഡർ ചെയ്യാം. ആ യൂസറിന് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ ധാരാളം റിസോഴ്സസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ റിസോഴ്സസ് ക്ലൗഡ് സർവീസസ് വഴി ഒരു യൂസറിന് ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് ഇനിയും വിശദമായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ പോയി കാണാവുന്നതാണ്. ഇനി നമുക്ക് അഷ്യൂർ എന്താണെന്ന് സംസാരിക്കാം. അഷ്യൂർ എന്ന് പറയുന്നത് ഒരു വലിയൊരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമാണ്. അതായത് മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് അഷ്യൂർ എന്നത്. നമുക്കറിയാം AWSനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് ആമസോൺ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലൗഡ് സർവീസാണ്. അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു ക്ലൗഡ് സർവീസാണ് അഷ്യൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലൗഡ് സർവീസ്, അതായത് അഷ്യൂർ വഴി നമുക്ക് ഡാറ്റ സേവ് ചെയ്യാൻ പറ്റും. ഏതൊരു ക്ലൗഡ് സർവീസിനെ പോലെ തന്നെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പല റിസോഴ്സസ് ഓൾസോ മൈക്രോസോഫ്റ്റ് അഷ്യൂർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അഷ്യൂർ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് February 1, 2010 ആദ്യമായിട്ട് ഈ അഷ്യൂർ ലോഞ്ച് ചെയ്തത്. അതേപോലെ തന്നെ ഇതിൻ്റെ സർവീസ് എന്ന് പറയുന്നത് നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ ഫ്രീ ആണ്. പിന്നെ അതിലെ പല സർവീസസ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് അതിനൊരു ചെറിയൊരു തുക വരുന്നുണ്ട്. ആ തുക അടച്ചിട്ട് നമുക്ക് അതിലെ പല സർവീസസ് യൂസ് ചെയ്യാവുന്നതാണ്. 80% ഓഫ് പ്രോഫിറ്റ് നല്ല രീതിയിൽ വരുന്ന കമ്പനീസും ഈ അഷ്യൂർ സർവീസാണ് ക്ലൗഡിനായിട്ട് യൂസ് ചെയ്യുന്നത്. അവരെല്ലാവരും തന്നെ സജസ്റ്റ് ചെയ്യുന്നൊരു വലിയ പ്ലാറ്റ്ഫോം തന്നെയാണ് അഷ്യൂർ. ആക്ച്വലി അഷ്യൂർ vs AWS തമ്മിൽ നല്ല രീതിയിലൊരു വാർ നടക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. AWS നല്ലൊരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമാണ്, അതോടൊപ്പം അഷ്യൂർ നല്ല ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ വലിയ ബിഗ് കമ്പനീസ് എല്ലാം തന്നെ അഷ്യൂർ യൂസ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ AWS യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിക്ക കമ്പനീസും, അതായത് വലിയ കമ്പനികളെല്ലാം തന്നെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് അഷ്യൂറാണ്. കൂടാതെ തന്നെ അഷ്യൂർ ധാരാളം പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ C#, Node.js, Java, അങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഓൾസോ നമ്മുടെ അഷ്യൂർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡാറ്റാ സെൻറ്റേഴ്സാണ്. അതായത് നമ്മുടെ മുഴുവൻ ലോകത്തിൽ തന്നെ ഏകദേശം 42 റീജിയണിൽ അഷ്യൂറിൻ്റെ ഡാറ്റാ സെൻറ്റർ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു വൈഡ് ഒരു റീച്ച് കിട്ടുന്നുണ്ട് അഷ്യൂറിന് കമ്പയർ ടു AWS. അതായത് 42 റീജിയണിലാണ് ലോകം മുഴുവനായിട്ട് നമുക്ക് അഷ്യൂറിൻ്റെ ഡാറ്റാ സെൻറ്റർ ഉള്ളത്. ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് 42 ആണ്. അവരിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഒരു 12
കൂടെ അഡീഷണലായിട്ട് റീജിയൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് ഇപ്പോൾ കറൻ്റ്ലി പ്ലാനിങ്. അതായത് വൈകാതെ തന്നെ ഏകദേശം 54 ഡാറ്റാ സെൻറ്റർ, അതായത് അഷ്യൂറിൻ്റെ 54 ഡാറ്റാ സെൻറ്റർ കൂടി പുതുതായി വരുന്നതായിരിക്കും. ഇനി നമുക്ക് അഷ്യൂർ പ്രൊവൈഡ് ചെയ്യുന്ന പല സർവീസസിനെ പറ്റി നോക്കാം. അഷ്യൂർ ഏകദേശം 200ഓളം സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 18 കാറ്റഗറീസിലായിട്ട് 200 സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ഇത്രത്തോളം സർവീസ് അഷ്യൂർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം കമ്പ്യൂട്ടിങ് ആയാലും നെറ്റ്വർക്കിംഗ്, സ്റ്റോറേജ്, IoT, അപ്പോൾ നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഇത്രയും സർവീസസാണ് അഷ്യൂർ ക്ലൗഡ് വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമുക്ക് കമ്പ്യൂട്ട് സർവീസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. കമ്പ്യൂട്ട് സർവീസ് വഴി നമുക്കൊരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വിർച്വലായിട്ട് വിൻഡോസ് അല്ലെങ്കിൽ ലിനക്സ് വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ അഷ്യൂർ ക്ലൗഡിൻ്റെ ഹെൽപ്പോട് കൂടി നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലൊക്കെ വിർച്വൽ ബോക്സും കാര്യങ്ങളൊക്കെ ഫിസിക്കലായിട്ട് സോഫ്റ്റ്വെയർ പോലെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലേ. അതേപോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ട് സർവീസ് വഴി, അഷ്യൂറിൻ്റെ കമ്പ്യൂട്ട് സർവീസ് വഴി ഒരു വിർച്വൽ മെഷീൻ നമുക്ക് ക്ലൗഡിൽ ഹോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിപ്പോൾ നമുക്ക് വിർച്വൽ ബോക്സ് ഉപയോഗിച്ചിട്ട് അറിയാം നമുക്കതിൽ എത്ര സ്റ്റോറേജ് വേണം സെറ്റ് ചെയ്യാം, റാം എത്ര വേണം, പ്രൊസസ്സർ എത്ര വേണം, ആ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു അഷ്യൂർ ക്ലൗഡിലെ സർവീസ് വഴി, കമ്പ്യൂട്ട് സർവീസ് വഴി നമുക്ക് സെറ്റ് ചെയ്ത് ഒരു ലിനക്സ് അല്ലെങ്കിൽ വിൻഡോസ് മെഷീൻ ലോഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത സർവീസ് എന്ന് പറയുന്നത് ക്ലൗഡ് സർവീസാണ്. ക്ലൗഡ് സർവീസ് നമുക്കെല്ലാവർക്കും അറിയാം, അവരുടെ മോട്ടീവ് തന്നെ ഈ ക്ലൗഡ് സർവീസാണ്. അതായത് യൂസേഴ്സിന് ഒരു ആപ്ലിക്കേഷൻ, അതായത് സ്കെയിലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ, അതായത് അതിൻ്റെ സെർവർ കൂട്ടുക, കുറയ്ക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു സർവീസാണ് ക്ലൗഡ് സർവീസ് എന്ന് പറയുന്നത്. അടുത്തതായി വരുന്ന സർവീസാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഫങ്ഷൻസ് സർവീസ് ഉപയോഗിച്ചുകൊണ്ട് യൂസേഴ്സിന് വളരെ എളുപ്പത്തിൽ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടും അപ്പം അവർക്ക് എന്ത് വേണമെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവർക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഹാർഡ്വെയർ കമ്പോണൻസിനെ പറ്റി വേവലാതിപ്പെടേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. അതാണ് ഈ ഒരു സർവീസിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. യൂസേഴ്സ് ചെയ്യേണ്ടത് എത്രമാത്രമേ ഉള്ളൂ, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ കോഡ് അഷ്യൂറിലേക്ക് പ്രൊവൈഡ് ചെയ്യുക. ബാക്കി എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അഷ്യൂർ നോക്കിക്കോളും. നമുക്ക് ജസ്റ്റ് ഈസി ആയിട്ട് ഡിപ്ലോയ് ചെയ്യാം. അതാണ് ഈ ഫങ്ഷൻ സർവീസ് കൊണ്ട് അഷ്യൂർ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അഷ്യൂറിൻ്റെ നെറ്റ്വർക്കിംഗ് സർവീസസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വരുന്നത് നെറ്റ്വർക്കിൻ്റെ കേസ് വരുന്നത് അഷ്യൂർ CDN ആണ്. ഈ അഷ്യൂർ CDN എന്ന് പറയുന്നത് നമ്മുടെ യൂസേഴ്സിന് വേണ്ടിയിട്ട് ഹൈ ബാൻഡ് വിഡ്ത്തിലുള്ള കണ്ടൻറ്റ് വേൾഡ് വൈഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ്. അടുത്തത് പറയുന്നത് അഷ്യൂറിൻ്റെ എക്സ്പ്രസ് റൂട്ട് എന്ന നെറ്റ്വർക്കിംഗ് സർവീസാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൺ പ്രിമൈസിലുള്ള നെറ്റ്വർക്കും ഈ ക്ലൗഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് എക്സ്പ്രസ് റൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കണക്ഷനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും നെറ്റ്വർക്ക്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഒരു വിർച്വൽ പ്രൈവറ്റ് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വേറെ ആർക്കും, പബ്ലിക്കിന് ആ നെറ്റ്വർക്ക് അക്സസിബിൾ ആയിരിക്കില്ല. നമുക്ക് മാത്രം കണക്ട് ചെയ്യാവുന്ന രീതിയിൽ ആയിരിക്കും ആ ക്ലൗഡ് സർവീസ്, ആ എക്സ്പ്രസ് റൂട്ട് കണക്ഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തെന്ന് പറയുന്നത് വിർച്വൽ നെറ്റ്വർക്ക് എന്ന സർവീസാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഷ്യൂറിലുള്ള റിസോഴ്സസ് തമ്മിൽ സെക്യൂർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ ഒരു വിർച്വൽ നെറ്റ്വർക്ക് സർവീസ് നമ്മളെ സഹായിക്കും. പിന്നെ വരുന്നത് അഷ്യൂർ DNS ആണ്. അഷ്യൂർ DNS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോസ്റ്റിംഗ് സർവീസാണ്. അതായത് യൂസേഴ്സിനെ അവരുടെ DNS ഡൊമെയിൻസിനെ അഷ്യൂറിൽ ഹോസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സർവീസാണ് അഷ്യൂർ DNS എന്ന് പറയുന്നത്. അടുത്തായി വരുന്ന സർവീസ് എന്ന് പറയുന്നത് സ്റ്റോറേജ് സർവീസാണ്. സ്റ്റോറേജ് സർവീസിൻ്റെ കീഴിൽ ആദ്യം വരുന്നത് ഡിസ്ക് സ്റ്റോറേജ് സർവീസാണ് അഷ്യൂർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് പറയുന്നത് നമുക്ക് വലിയ രീതിയിൽ കാശ് ചിലവാവാതെ നമുക്ക് SSDയും SSDയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഡിസ്ക് സ്റ്റോറേജ് സർവീസ് വഴി അഷ്യൂർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ബ്ലോബ് സ്റ്റോറേജ് എന്ന സർവീസാണ്. ഇതായത് നമുക്ക് വലിയ എമൗണ്ടിലുള്ള അൺസ്ട്രക്ചർഡ് ഡേറ്റ, അതായത് ടെക്സ്റ്റ് ഡേറ്റ, അതല്ലെങ്കിൽ ബൈനറി ഡേറ്റ, ഇങ്ങനെയുള്ള ഡേറ്റ എല്ലാം സ്റ്റോർ ചെയ്യാനുള്ള സർവീസാണ് ബ്ലോബ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഫയൽ സ്റ്റോറേജ് സർവീസാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു SMB പ്രോട്ടോക്കോളിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഫയൽസും കാര്യങ്ങളും എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ സഹായിക്കുന്ന ഒരു സർവീസാണ് ഈ ഫയൽ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അഷ്യൂറിൻ്റെ യൂസസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അഷ്യൂറിൻ്റെ യൂസ് പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ധാരാളം യൂസുകളുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻ്റ് ആണ്. അതായത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമുക്ക് അഷ്യൂറിൻ്റെ സഹായത്തോടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള ഫുൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും കാര്യങ്ങളും എല്ലാം അഷ്യൂർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ടെസ്റ്റിംഗ് ആണ്. നമ്മൾ ഡെവോപ്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു തന്നു ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ ഈ കേസിൽ ടെസ്റ്റിംഗ് ഓൾസോ നമുക്ക് അഷ്യൂർ വഴി ചെയ്യാൻ സാധിക്കും. അതിന് സമാനമായ ടൂൾസും
കാര്യങ്ങളും എല്ലാം തന്നെ അഷ്യൂർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഹോസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഒരു സെർവർ അഷ്യൂർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്യാൻ തന്നെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ വിർച്വൽ മെഷീൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് ഞാൻ പറഞ്ഞ പോലെ വിർച്വൽ ബോക്സും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്ത് വിൻഡോസിൽ ഹോസ്റ്റ് ചെയ്യുമല്ലോ, അതേപോലെ തന്നെ അഷ്യൂറിൽ നമുക്ക് വിർച്വൽ മെഷീൻസ് വിർച്വലായിട്ട് ഹോസ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റിംഗ് ആൻഡ് സിങ്കിങ് ഫീച്ചേഴ്സാണ്. അതായത് ആപ്ലിക്കേഷൻ്റെ ലേറ്റസ്റ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സിങ്ക് ചെയ്യാനും അതേപോലെ തന്നെ ആ ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരാനും അഷ്യൂറിൽ വളരെ എളുപ്പമാണ്. പിന്നെന്ന് പറയുന്നത് നമുക്ക് മെട്രിക്സ് സ്റ്റോർ ചെയ്യാനും കളക്ട് ചെയ്യാൻ സാധിക്കും. അതായത് എങ്ങനെ നമുക്കൊരു ഡാറ്റ ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ അതവിടെ സ്റ്റോർ ചെയ്യാം, അങ്ങനെയുള്ള പല ഐഡിയാസും കാര്യങ്ങളും എല്ലാം നമുക്ക് അഷ്യൂറിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് വിർച്വൽ ഹാർഡ് ഡ്രൈവ് ആണ്. അതായത് വിർച്വൽ മെഷീൻ പോലെ തന്നെ നമുക്ക് ഡാറ്റയും കാര്യങ്ങളും സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു വിർച്വൽ ഹാർഡ് ഡ്രൈവ് അഷ്യൂർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നല്ല രീതിയിൽ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ അത് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വലിയ എമൗണ്ട് ഓഫ് ഡാറ്റ എല്ലാം അവിടെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് അഷ്യൂർ എന്ന് പറയുന്നത്. ഒരു വൺ ഓഫ് ദി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജിയിൽ മുൻപന്തിൽ നിൽക്കുന്ന ഒരു സർവീസാണ് മൈക്രോസോഫ്റ്റിൻ്റെ അഷ്യൂർ എന്ന് പറയുന്നത്. AWS പോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു സർവീസാണ് അഷ്യൂർ. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദി കമ്പനീസ് എല്ലാം ഓൺ പ്രിമൈസ് മാറി അഷ്യൂർ അല്ലെങ്കിൽ AWS സർവീസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും അഷ്യൂറിനെ പറ്റി ഒരു ഐഡിയ കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓൾസോ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. ഓൾസോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ.